ചിലത് ഇങ്ങനെ അടച്ചു പിടിക്കും. ഞാൻ ചെയ്യണ ശരി, ഓൾ ദാറ്റ് ആർ റോങ്. യോഗ കൊണ്ട് നമുക്ക് ചിട്ടപ്പെടുത്താൻ പറ്റാത്ത അവയവങ്ങൾ ഏതെങ്കിലും ഉണ്ട്? യോഗ കൊണ്ട് ചിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു അവയവങ്ങളും ഇല്ല. പ്രാണായാമങ്ങളിൽ ഒരു ഭ്രാമരി പ്രാണായാമം എന്നുണ്ട്. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് മൂളുന്ന ശബ്ദത്തിൽ നമ്മൾ ആ ബ്രീത്തിങ് ചെയ്യുകയാണ്. ഭ്രാമരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഈ വണ്ട് മൂളുന്ന മാതിരി നമ്മൾ മൂളുകയാണ്. അപ്പോൾ നമ്മുടെ തലയുടെ ഉള്ളിലുള്ള മുഴുവൻ ചെറുഞരമ്പുകളും അലർട്ടാകുകയാണ്. കാരണം ഈ ഭ്രാമരി ചെയ്യുമ്പോൾ നമ്മൾ തല അല്പം കുനിച്ച് ഇരുന്നിട്ട് മൂളുകയാണ്. വെറുതെ മൂളുക. അങ്ങനെ ലോങ് ആയിട്ട് നീങ്ങും. അപ്പൊ കണ്ണു അടച്ചിട്ട് ആ സൗണ്ടിൽ തന്നെ ശ്രദ്ധിക്കും. അത് നമുക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ ചെവി അടച്ചു പിടിച്ചേക്കും. ചിലത് ഇങ്ങനെ അടച്ചു പിടിക്കും. കാരണം ഇയർ ഡ്രം അങ്ങ് ഉള്ളിലായിരിക്കണേ. വിരലിട്ട് ഇങ്ങനെ അടച്ചു പിടിച്ചാല് സ്ഥലം കുറയും. അപ്പൊ ഒരു ചെണ്ട കൊട്ടണ മാതിരി മദ്ദളത്തിനാണ് ഭയങ്കര മുഴക്കം. ആ മുഴക്കം കിട്ടണം, അതിനാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ വേദന എടുക്കും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഉണ്ടായിരുന്ന ആ വൈബ്രേഷൻ അത് തന്നെ കൈ ഇങ്ങനെ ഒന്ന് പൊത്തി പിടിച്ചൊന്ന് ചെയ്തു നോക്കൂ, ഫീൽ ചെയ്യും. ഉള്ളം കൈ കൊണ്ട് ചെവി പൊത്തി പിടിക്കുക, വെല്ലം നിർത്തണ്ട കേട്ടോ. ആക്ച്വലി ഇപ്പൊ എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മൾ അല്പം തല കുനിച്ചു പിടിക്കാൻ പറഞ്ഞതിനും അത് കാര്യമുണ്ട്. ഇങ്ങനെ പിടിച്ചിരുന്നാല് നമ്മുടെ കുറുനാക്ക് ഇങ്ങനെ ഒട്ടിയിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് തല അല്പം കുനിച്ച് കഴിഞ്ഞാൽ കുറുനാക്ക് ഫ്രീ ആയിട്ട് കിടക്കും. ആ കുറുനാക്കിന്റെ സറൗണ്ടിങ്സ് ആകെ കിടന്ന് വൈബ്രേഷൻ ആണ് മൂളുമ്പോൾ. ആ വൈബ്രേഷൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ടുവേഴ്സ് ദി ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് എന്നുള്ള ഗ്ലാൻഡിന്റെ ജോലി എന്താ വെച്ചാൽ കൺട്രോൾ ഓഫ് ഓട്ടോമാറ്റിക് ബോഡി പ്രോസസ്. കൺട്രോൾ ഓഫ് ഓട്ടോമാറ്റിക് ബോഡി പ്രോസസ്. ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തികളെയും നിയന്ത്രിക്കുന്ന മെക്കാനിസമാണത്. ഈ സാധനത്തിനെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. പകരം ആധ്യാത്മികം എന്ന് ഞാൻ പറഞ്ഞ കാര്യം, ആധ്യാത്മികം പറഞ്ഞിട്ട് ഓം എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷൻ കിട്ടുമോ? വാ തുറന്ന് പിടിച്ചൊന്ന് നോക്കൂ. ശരിയാ. പക്ഷെ ഓം എന്ന് പറയുന്നത് ഓ ആ ശരീരത്തിന് താഴെ അതെല്ലാം പറയും. അതിപ്പോ ഓം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിവക്ഷയിൽ അങ്ങനെയല്ല. ഈ ഭൂമിയുടെ കാര്യമാണ്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി. അതാണ് ആ 3 അക്ഷരം.